ഹായ് ഓൾ, വെൽക്കം ടു ഫുട്ബോൾ അരീന. ബ്രസീലിൻ്റെ വേൾഡ് കപ്പ് ടീമിലേക്ക് അവസാനമായി കൊണ്ട് ഇടം ലഭിച്ച താരമാണ് എഡേഴ്സൺ. പരിക്ക് മൂലം വെസ്ലി പുറത്താകുന്നു. എന്നാൽ ഒരു റൈറ്റ് ബാക്കിനെ വിളിക്കാതെ ഒരു മധ്യനിര താരത്തെ ആഞ്ചലോട്ടി വിളിക്കുന്നു. അങ്ങനെയാണ് എഡേഴ്സണ് ഈ ഒരു സ്ഥാനം ലഭിച്ചിട്ടുള്ളത്. തികച്ചും അപ്രതീക്ഷിതമായ ഒരു വിളി തന്നെയാണ് അവിടെ സംഭവിച്ചിട്ടുള്ളത്. അതുതന്നെയാണ് എഡേഴ്സൺ ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. താൻ ഞെട്ടിപ്പോയി, അതല്ലെങ്കിൽ അത്ഭുതപ്പെട്ടു പോയി എന്നാണ് എഡേഴ്സൺ പറഞ്ഞിട്ടുള്ളത്. വെസ്ലിക്ക് താൻ മെസ്സേജ് അയച്ചിരുന്നു എന്നുകൂടി എഡേഴ്സൺ ഇപ്പോൾ പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ്: തീർച്ചയായും ഇത് സർപ്രൈസിങ് ആയിരുന്നു. ഞാൻ ഞെട്ടിപ്പോയി. പക്ഷേ ആർക്കും പരിക്കേൽക്കാൻ ഞാൻ ആഗ്രഹിച്ചിരുന്നില്ല. വെസ്ലിക്ക് ഞാൻ മെസ്സേജ് അയച്ചിരുന്നു. അദ്ദേഹത്തിൻ്റെ കാര്യങ്ങളൊക്കെ അന്വേഷിച്ചു. താരത്തിന് സംഭവിച്ചതിൽ എനിക്ക് അതിയായ ദുഃഖമുണ്ട്. എത്രയും പെട്ടെന്ന് അദ്ദേഹത്തിന് മടങ്ങി വരാൻ സാധിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. ബ്രസീലിയൻ ടീമിൽ ഇടം ലഭിച്ചതിൽ എനിക്ക് സന്തോഷമുണ്ട്. ഇത് തികച്ചും അപ്രതീക്ഷിതമായിരുന്നു. ഇതാണ് എഡേഴ്സൺ പറഞ്ഞിട്ടുള്ളത്. അതായത് നമ്മളെല്ലാവരും പ്രതീക്ഷിച്ചത് ആഞ്ചലോട്ടി ഒരു റൈറ്റ് ബാക്കിനെ വിളിക്കും എന്നുള്ളതായിരുന്നു. പക്ഷേ മധ്യനിരയിലേക്ക് എഡേഴ്സനെ കൊണ്ടുവരാനാണ് ആഞ്ചലോട്ടി തീരുമാനിച്ചത്. ബ്രസീലിൻ്റെ മധ്യനിരയിൽ ചില പോരായ്മകൾ ഉണ്ട് എന്നാണ് ഇപ്പോൾ കാർലോ ആഞ്ചലോട്ടിയുടെ ഒരു കണ്ടെത്തൽ. അതുകൊണ്ടാണ് എഡേഴ്സനെ അദ്ദേഹം ഇപ്പോൾ വിളിച്ചിട്ടുള്ളത്. താരത്തിന് അവസരങ്ങൾ ലഭിക്കുമോ എന്നുള്ളതൊക്കെ കാത്തിരുന്നു കാണേണ്ട കാര്യമാണ്. കഴിഞ്ഞ സീസണിൽ മികച്ച പ്രകടനം അറ്റ്ലാന്റയ്ക്ക് വേണ്ടി പുറത്തെടുത്ത താരമാണ് എഡേഴ്സൺ. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീണ്ടും കാണാം.